സുന്നത്തുകൾ വർദ്ധിപ്പിക്കേണ്ട, ധാരാളമായി ഇബാദത്തുകൾ ചെയ്യേണ്ട ഈ സന്ദർഭത്തിലും ബിദ്അത്തുകളാണ് പലരിലേക്കും കടന്നു വരുന്നത്. ആ ബിദ്അത്തുകളെ കുറിച്ച് പറയുന്നതിന് മുൻപായി നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു അടിസ്ഥാന പാഠം നാം എല്ലാവരും നമ്മുടെ മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വല്ലാഹു റബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. നിന്റെ റബ്ബ്, ആ റബ്ബ് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിക്കുകയും അതിലിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. മനുഷ്യർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് തന്നെ കാലങ്ങൾക്കും ദിവസങ്ങൾക്കും മാസങ്ങൾക്കും അതുപോലെ വ്യക്തികൾക്കും സ്ഥലങ്ങൾക്കുമെല്ലാം അതിന് ശ്രേഷ്ഠത കൽപ്പിക്കുന്നവൻ, അതിന് മഹത്വം കൽപ്പിക്കുന്നവൻ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മക്കയും മദീനയും അത് ശ്രേഷ്ഠതയുള്ളതാണ്. നാം അത് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അത് അല്ലാഹു അതിന് ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. പള്ളികൾ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ അത് പവിത്രതയുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പവിത്രത കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പള്ളികൾ, മസ്ജിദുൽ അഖ്സയും അതുപോലെ മസ്ജിദുൽ ഹറമും മസ്ജിദുൽ നബവിയും, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മസ്ജിദുകളാണ്. അങ്ങനെ സ്ഥലങ്ങൾക്കും കാലങ്ങൾക്കുമെല്ലാം ശ്രേഷ്ഠത കൽപ്പിക്കുവാൻ അതിന് വ്യക്തമായ പ്രമാണങ്ങൾ, തെളിവുകൾ വേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെ ഓരോ ആളുകളും അവരുടെ ഇച്ഛക്കനുസരിച്ച് ഓരോ ദിവസത്തിനും പ്രത്യേകത കൽപ്പിക്കുന്നതായി കാണാം. അതൊരിക്കലും ദീനിൽ പ്രമാണമാവുകയില്ല. റബീഉൽ അവ്വൽ 12-ന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്ന് പറയുന്നവരുണ്ട്. റബീഉൽ അവ്വൽ 12-ന് അത് 2 ഈദുകളെക്കാൾ ശ്രേഷ്ഠമുള്ളതാണെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ മക്ബറകളും ജാറങ്ങളും എല്ലാം അവിടെ പ്രത്യേകം പുണ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന ജാറങ്ങളിലേക്ക് പോവുകയും അവിടെയൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ പോയി നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കുന്നവരുണ്ട്. ആരാണ് ഇതെല്ലാം കൽപ്പിച്ചത്? ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിശുദ്ധ ഖുർആനിലോ ഇതിനുള്ള തെളിവുകൾ കാണുകയില്ല. ഇനി ശഅബാനിലേക്ക് നാം കടന്നു വരികയാണെങ്കിൽ ശഅബാൻ 15-ന് ചില ആളുകൾ പ്രത്യേകത കൽപ്പിക്കുകയാണ്. അന്ന് ചില പ്രത്യേകമായ നോമ്പുകൾ, ചില പ്രത്യേകമായ നമസ്കാരങ്ങൾ നമസ്കരിക്കുന്ന ആളുകളുണ്ട്. ശഅബാൻ 15-ന് ചില നോമ്പ് നോക്കുന്ന ആളുകളുണ്ട്. അവർ ആ നോമ്പിനെ വിളിക്കാറുള്ളത് ബറാഅത്ത് നോമ്പ് എന്നാണ്. ബറാഅത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നവർ അവർക്ക് പ്രത്യേകമായ തെളിവുകളൊന്നും കൊണ്ടുവരാൻ കഴിയുകയില്ല. ഒരു ദീനിൽ ഒരു കാര്യം സ്ഥിരപ്പെടണമെങ്കിൽ സഹീഹായ വ്യക്തമായ തെളിവുണ്ടായിരിക്കണമെന്നത് ഏതോ ഒരു വിദ്യാർത്ഥിക്കും ഏതോ ഒരു വ്യക്തിക്കും വ്യക്തമായി മനസ്സിലാകുന്ന കാര്യമാണ്.